നമ്മുടെ സിലബസ് എന്ന് പറയുമ്പോൾ നമ്മൾ മോഡ്യൂൾ 1 ആണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതില് നെറ്റ്വർക്ക് ഫണ്ടമെന്റൽസ് ആൻഡ് അനാലിസിസ് മെത്തേഡ്സ് ആണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പൊ ഈ സിലബസിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം കോൺസെപ്റ്റ് ഓഫ് നെറ്റ്വർക്ക്സ് ആൻഡ് സർക്യൂട്ട്സ് പഠിക്കും. പിന്നെ എന്താണ് സർക്യൂട്ട് വേരിയബിള്, പിന്നെ സോഴ്സസ് എന്താണ് നമ്മൾ പഠിക്കും. അതേപോലെ അതിൽ തന്നെ ഡിഫറെന്റ് കാറ്റഗറി ഉണ്ട്, ഇൻഡിപെൻഡന്റ് ഡിപെൻഡന്റ് ഉണ്ട്. പിന്നെ സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ, ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. അതേപോലെ കിർച്ചോഫ്സ് ലോസ്, നിങ്ങൾ പണ്ട് 11th 12th ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പോലെ പഠിച്ചു കാണും. KCL KVL എന്താണ്. അപ്പൊ അതിന്റെ ഒരു എഞ്ചിനീയറിംഗ് ആസ്പെക്റ്റിൽ നമ്മൾ കുറച്ചും കൂടെ ഇൻഡെപ്ത്, കുറച്ചല്ല കുറെ കൂടെ ഇൻഡെപ്തിൽ നമ്മൾ പഠിക്കേണ്ടി വരും. ഓക്കെ, അതാണ് കിർച്ചോഫ് ലോസ്. പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് വരുന്ന സംഭവമാണ് മെഷ് അനാലിസിസും നോഡ് അനാലിസിസും. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ആ മെഷിലും നോഡിലും വരുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഈ താഴെ കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇതൊക്കെ പൊതുവെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. ഓക്കെ, വീൽ അനലൈസ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ സിലബസ് പറയുന്നത്. ഇനി നമ്മൾ ഇതിൽ ആദ്യം പഠിക്കാൻ പോകുന്നത് കുറച്ച് ബേസിക് ടെർമിനോളജീസ് ആണ്, അതിന്റെ കുറച്ച് കോൺസെപ്റ്റ്സ്. സോ ബിഗിനിങ് വിത്ത് വാട്ട് ഇസ് എ നെറ്റ്വർക്ക്. ഒരു നെറ്റ്വർക്കും ഒരു സർക്യൂട്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? നിങ്ങൾ ആ സർക്യൂട്ട് നോക്കിയാൽ മതി. ഞാൻ 2 ഫിഗർ കൊടുത്തിട്ടില്ലേ? സോ ഫസ്റ്റ് ഫിഗറിൽ നോക്കി, നമുക്ക് വരുന്ന എലമെന്റ്സ് എന്തൊക്കെയാണ്? ഇവിടെ ഒരു റെസിസ്റ്റർ ഉണ്ട്, ആൻഡ് ദിസ് ഇസ് എൻ ഇൻഡക്ടർ, ആൻഡ് ദിസ് ഇസ് എ കപ്പാസിറ്റർ. ഇത് 3 എണ്ണമാണ് എന്റെ സർക്യൂട്ട് വേരിയബിൾസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നെറ്റ്വർക്ക് എലമെന്റ്സ് എന്നും പറയുന്നത്. ഓക്കെ, ഈ 3 എലമെന്റ്സിനെയും ഞാൻ ബാക്ക് ടു ബാക്ക് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് കണക്ട് ചെയ്തിട്ട് ഈ എൻഡ് നോക്കി, ഈ എൻഡ് ഞാൻ ഓപ്പൺ ആക്കിയിട്ടേക്കാണ്. കറക്റ്റ് അല്ലേ? ഒരു എൻഡ് ഓപ്പൺ ആണ്. വൈൽ എന്റെ സെക്കൻഡ് കേസ് നോക്കിയാൽ സെക്കൻഡ് ഫിഗറില് സെയിം വേ RLC കണക്ട് ചെയ്തു. പക്ഷെ ഓപ്പൺ എൻഡിനെ ഞാൻ ക്ലോസ് ചെയ്തിട്ട് എന്ത് വെച്ച് കണക്ട് ചെയ്തു? ഒരു ബാറ്ററിയിലൂടെ ഞാൻ കണക്ട് ചെയ്തു. ഈ ഫസ്റ്റ് ഫിഗർ നോക്കി അതിന്റെ ഒരു സൈഡ് ഓപ്പൺ ആയിട്ട് കിടന്നത്. പക്ഷെ സെക്കൻഡ് കേസ് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അതിനെ കണക്റ്റഡ് ബൈ എ വോൾട്ടേജ് അല്ലെങ്കിൽ ഒരു ബാറ്ററി സോഴ്സ് ആണ്. മനസ്സിലാവും? ഒരു ബാറ്ററി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആവശ്യമുള്ള വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട് ഈ ബാക്കിയുള്ള എലമെന്റ്സിന് സപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെ? അപ്പൊ ഈ വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട് സപ്ലൈ ചെയ്യുന്ന ഡിവൈസ് ആണ് ഈ സോഴ്സ് എന്ന് പറയുന്നത്. ആ ഒരു സോഴ്സ് കുഡ് ബി ഈദർ എ വോൾട്ടേജ് ആവാം, അല്ലെങ്കിൽ അതൊരു കറണ്ട് സോഴ്സും ആവാം. മനസ്സിലായോ? വോൾട്ടേജും ആവാം, കറണ്ടും ആവാം. അതിൽ ഏതെങ്കിലും ഒരു സോഴ്സ് കൊടുക്കുമ്പോഴാണ് ആ എല്ലാ എലമെന്റ്സ് വഴിയും ഒരു കറണ്ട് പാസ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ ഓപ്പൺ എൻഡഡ് ആക്കി ഇടുന്ന സമയത്ത് വി കോൾ ദാറ്റ് ആസ് എ നെറ്റ്വർക്ക്, വൈൽ നമ്മൾ ബാറ്ററി കണക്ട് ചെയ്യുമ്പോൾ വി കോൾ ദാറ്റ് ആസ് എ സർക്യൂട്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാം? എല്ലാ സർക്യൂട്ട്സും നെറ്റ്വർക്ക് ആണ്. പക്ഷെ എല്ലാ നെറ്റ്വർക്കും സർക്യൂട്ട് ആണോ? അല്ല. മനസ്സിലായോ? എല്ലാ സർക്യൂട്ട്സും നെറ്റ്വർക്ക് ആയിരിക്കും, പക്ഷെ നെറ്റ്വർക്ക് അതിലൊരു ഓപ്പൺ എൻഡഡ് ഫീച്ചർ വന്നാൽ അതൊരു സർക്യൂട്ട് ആവത്തില്ല. ദാറ്റ് ഇസ് എ ഹൈലൈറ്റഡ് പോയിന്റ്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കേണ്ട ഒരു